എനിക്ക് തീരെ വയ്യ സാർ. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അതിനിപ്പം ഇന്ന് എടുക്കാൻ പറഞ്ഞിട്ട് രാവിലെ മൊത്തം തെറ്റിയാതെ ഇരിക്കുക, ബുദ്ധിമുട്ടായിട്ടിരിക്കുക. അപ്പം വർഷങ്ങളായില്ലേ, ഇപ്പൊ 2018 തൊട്ട് തുടങ്ങിയതാണിത്. സോളാർ ആരോപണം കുടുംബത്തെ ഉലച്ചു കളഞ്ഞുവെന്ന് മറിയാമ്മ ഉമ്മൻ. കുറച്ചു നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് നടന്ന സോളാർ വിശേഷം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചത്. ഇനി ഒരു നേതാവിനും ഈ ഗതി ഉണ്ടാകരുത് എന്നും മറിയാമ്മ പറഞ്ഞു. സോളാർ വിവാദത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വികാരാധീനയായി മറിയാമ്മ ഉമ്മൻ പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടി തന്റെ ജീവിതം നശിപ്പിച്ചു എന്ന ഗണേശന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണിയുടെ ഈ പ്രതികരണവും ചർച്ചയാക്കുകയാണ് സോഷ്യൽ മീഡിയ. സരിത നായർ എന്ന് പറയുന്ന അവര് ഒരു 2-3 മാസം മുൻപ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു മെഡിസിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് എന്നെ വിളിച്ചത്. ആ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പം ഷെയർ ചെയ്യുകയാണ്. കാരണം ഇത് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ ഞാനത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല ആളുകളോടും അറിയിച്ചു. പക്ഷെ ഒരാൾ പോലും അത് കേൾക്കാനോ അതല്ലെങ്കിൽ അത് അദ്ദേഹത്തെ അറിയിക്കാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിവിടെ പറയാൻ വേണ്ടി പോവുകയാണ്. കാരണം അവരുടെ സരിതയുടെ ആവശ്യം അവർക്കെന്തോ ഒരു മെഡിസിൻ്റെ കാര്യമായിട്ടാണ്, ഒരു ഇഞ്ചക്ഷൻ വേണം എന്നുള്ള രീതിക്കാണ്, അവർക്കെന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് എന്നെ അറിയിച്ചത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ചാണ്ടി സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങളിലൂടെ ചാണ്ടി സാറിനുണ്ടായിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ നിങ്ങളാ ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരെ ധരിപ്പിച്ചത്. പക്ഷേ അവരെന്നോട് പറഞ്ഞത് എനിക്ക് ഫിറോസിനോട് ഈ ഒരു വിഷയമായിട്ട് കുറേ സംസാരിക്കാനുണ്ട്, നേരിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ അതെല്ലാം ഫിറോസിനോട് പറയാൻ തയ്യാറാണ് എന്നോട് പറഞ്ഞ്. പക്ഷേ എനിക്കവരെ നേരിൽ കാണാനുള്ള ശരിക്കും പറഞ്ഞാൽ എന്താവും എന്നറിയില്ലല്ലോ. ഞാൻ അവരെ കാണാൻ തയ്യാറായില്ല. പക്ഷേ അവരെന്നോട് പറഞ്ഞ ഒരു വിഷയം, ഫിറോസ് പറ്റുമെങ്കിൽ, കാരണം ചാണ്ടി സാറ് അസുഖം ബാധിച്ച് ആശുപത്രിയിലാണ്, ഫിറോസിന് പറ്റുമെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കാണാനൊരു അവസരം ഒരുക്കി തരണം. കാരണം ചെയ്ത ആ തെറ്റിന് എനിക്ക് മാപ്പ് പറയണം. എന്നോട് പറഞ്ഞൊരു കാര്യം അതാണ്. ചെയ്ത ആ തെറ്റിന്, ഞാൻ പറഞ്ഞത് ഇല്ലാത്തൊരു വിഷയമാണ്, എനിക്ക് ആ തെറ്റിന് മാപ്പ് പറയണം, എനിക്കത് കാണാനൊരു സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു. ഞാനത് ഇതുമായി ബന്ധപ്പെട്ട 1-2 ആളുകളോട് പറഞ്ഞു, ഇവരുമായി ബന്ധപ്പെട്ട നേതാക്കളോട്. പക്ഷേ ഒരാൾ പോലും അത് മുഖവിലേക്ക് എടുത്തില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ അവസാന സമയത്തെങ്കിലും, അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അവസാന സമയത്തെങ്കിലും ഇവരെ കാണാനോ മാപ്പ് പറയാനോ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കൊക്കെ അവരൊക്കെ 100% ഇതൊരു ഇല്ലാ കഥയാണ് എന്ന് അറിയാമെങ്കിൽ പോലും ഒരു പക്ഷേ ഇവരവരുടെ അടുത്ത് ചെന്ന് ആ മാപ്പ് അപേക്ഷിക്കുമ്പോൾ ആ കുടുംബത്തിനും എന്തിനാണ് ആ മനുഷ്യന് പോലും ഉണ്ടാവുന്ന ഒരു സന്തോഷം അല്ലേ? എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിൽ അദ്ദേഹത്തോട് ക്രൂരമായി പെരുമാറിയ ആളുകൾക്ക് പോലും അദ്ദേഹം മാപ്പ് നൽകുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇവരെത്തിയിട്ട് ചെയ്തു പോയത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാപ്പ് നൽകിയിട്ട് പൊയ്ക്കോളാനേ പറയുള്ളൂ. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഞങ്ങൾക്കൊക്കെ, എൻ്റെ ഒരു കാര്യം പറഞ്ഞാണ്, കുറച്ചുകൂടി അത് നന്നായേനെ. പക്ഷേ ഒരാൾ പോലും അതിനുള്ളൊരു സൗകര്യം ഒരുക്കിയില്ല. പിന്നെ മരണപ്പെട്ടതിന് ശേഷവും അവരുടെ സ്റ്റാറ്റസ് കണ്ടു. അപ്പം ഞാൻ അവരോട് ചോദിച്ച്, ആള് പോയില്ലേ, ഇനിയെങ്കിലും എന്നാൽ പിന്നെ ഒന്ന് എഴുതുമെങ്കിലും ചെയ്തൂടെ FBയിൽ, ഇങ്ങനെ തെറ്റുപറ്റി. അപ്പം എന്നോട് പറഞ്ഞത്, ആള് മരണപ്പെട്ടില്ലേ, ഞാനിനി ആരോട് പറയാനാ എന്നാ പറഞ്ഞത്. അതായത് അവരുടെ മനസ്സിലുണ്ടായിരുന്നു ചെയ്തു പോയത് തെറ്റാണ്, ഞാൻ ചെയ്തത് വലിയ ഒരു തെറ്റാണ് എന്ന് അവരുടെ മനസ്സിലാണ്. ഞാൻ ചോദിച്ചവരോട്, നിങ്ങൾ എന്താണ് ഇതിലുണ്ടായത് എന്നതിനെക്കുറിച്ച്. എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ഹൈബി ഈഡനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി, ഇവരൊന്നും ആ രീതിയിൽ എന്നോട് പെരുമാറുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഹൈബിൻ്റെ പേര് പറയാനുള്ള കാരണം, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നാളെ അദ്ദേഹം മരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വന്നിട്ട് ഇതുപോലെ തെറ്റുപറ്റി അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നോട് പറഞ്ഞതാണ്, ഉമ്മൻചാണ്ടി സാറും ഹൈബി ഈഡനൊന്നും എന്നോട് ഇത്തരത്തിൽ പെരുമാറുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല, അത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമായിരുന്നു, എനിക്ക് അതിന് മാപ്പ് ചോദിക്കണമെന്ന് എന്നോട് പറഞ്ഞതാണ്. എനിക്ക് അവരുമായിട്ട് പ്രത്യേക രീതിയിലുള്ള അടുപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്കറിയാലോ. അവരെന്നെ ബന്ധപ്പെട്ടത് അവരുടെ മെഡിസിൻ്റെ ഒരാവശ്യവുമായി ബന്ധപ്പെട്ടാണ്. ആ സംസാരത്തിനിടയിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, എന്താണെങ്കിലും
ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടോ പറഞ്ഞിട്ടോ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല.